എനിക്ക് അതില് ഭയങ്കര സങ്കടമായ ഒരു സംഭവം ഉണ്ട്. അതായത് ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അതിരപ്പള്ളി പോയായിരുന്നു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി. അപ്പോ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ നമ്മൾ വിചാരിച്ചില്ല, വൺ ഡേ ട്രിപ്പ്, രാവിലെ പോയിട്ട് വൈകിട്ടായപ്പോ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയും അധികം പിള്ളേർ, ഇത്രയും പേര് നമ്മൾ അറിയാവുന്നവരുണ്ടെന്ന് അതിരപ്പള്ളിയുള്ള ഉണ്ടാവും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്ന് കുഞ്ഞപ്പനെയാണ് വേണ്ടത് ഫോട്ടോ എടുക്കാൻ, ഞങ്ങൾ മാറി നിന്ന് കൊടുക്കും ഫോട്ടോ എടുക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കിലോമീറ്റർ, 1/2 കിലോമീറ്ററോളം താഴത്തോട്ട് നമ്മൾ ഇറങ്ങി പോണം ഇത് കാണാൻ. പിന്നെ അരുവി മോളില്ല, അരുവിയിൽ ഒരു 3 മണി, വൈകിട്ട് 3 മണി വരെ അരുവിയിൽ കളിച്ച്, അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ആ ഇറങ്ങുന്ന വഴിയൊക്കെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, തിരിച്ച് കയറുന്ന വഴിയും. പെട്ടെന്ന് ഒരു അച്ഛനും അമ്മയും കൂടി, ഈ അമ്മ എന്നോട് മോളെ ഒന്ന് നിൽക്കുവാന്നൊക്കെ ചോദിച്ച് വിളിച്ച്. അപ്പം ഫ്രണ്ടിൽ അച്ഛനുണ്ട്, അച്ഛന്റെ കൂടെ ഒരു വലിയ മോനുണ്ട്, ബാക്കിൽ ഈ അമ്മയുടെ കൂടെ വേറൊരു മോനുണ്ട്. അവനൊരു 8ലോ 7ലോ ഒക്കെ ആയിരിക്കും ആ മോൻ. അപ്പൊ അതേ ഒന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു, മോളോട് മിണ്ടാനായിരുന്നു, എന്തൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാനാണോ എടാ നോക്കടാ എന്താടാ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത, ഇവൻ കുനിഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ ഇവനോട് മിണ്ടിട്ട് ഇവൻ മുഖത്തിട്ട് നോക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ നാണമാണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന് കണ്ണിന് കാഴ്ചയില്ല ആ മോന്. അപ്പൊ ആ അമ്മ പറയുവാണ്, ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ കലബില വർത്താനം പറഞ്ഞുകൊണ്ട് പോവല്ലേ. അപ്പൊ മോളുടെ സൗണ്ട് അവൻ കേട്ടു. അവൻ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ. അപ്പൊ മോളുടെ സൗണ്ട് കേട്ടപ്പോ അമ്മേ അത് ചേച്ചി കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണ്, അത് കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ചതാ. എന്റെ സൗണ്ട് കേട്ട് അവൻ മനസ്സിലാക്കി ഞാനാണെന്ന്. ഈ വീഡിയോയിൽ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. അതെനിക്ക് ഭയങ്കര